ഒന്നര മാസത്തിനിടെ സംസ്ഥാനത്ത് 1600-ലധികം പേർക്ക് കോവിഡ് വന്നിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മരിച്ച 10 പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. എന്നാൽ ഇവരിൽ ഭൂരിഭാഗം പേർക്കും മറ്റ് ഗുരുതര അസുഖങ്ങൾ ഉണ്ടായിരുന്നു. പുതിയ കോവിഡ് ഉപഭേദം ആദ്യം കണ്ടെത്തിയത് കേരളത്തിലാണ് എന്നത് സംസ്ഥാന ആരോഗ്യ സംവിധാനങ്ങളുടെ മികവ് കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ കേരളത്തിൽ ആദ്യം ഒമിക്രോൺ JN.1 ഉപവകഭേദം കണ്ടെത്തിയതിന്റെ അർത്ഥം അത് ആദ്യമുണ്ടായത് കേരളത്തിലാണെന്നല്ല. ഒന്നര മാസത്തിനിടെ കേരളത്തിൽ മരിച്ച 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ മരിച്ചവരിൽ ഭൂരിഭാഗം പേർക്കും മറ്റ് ഗുരുതര രോഗങ്ങളുണ്ടായിരുന്നു. നവംബർ മുതൽ സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ നേരിയ വർധനയുണ്ടായിരുന്നു. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം സർക്കാരും ആരോഗ്യവകുപ്പും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. JN.1 ഉപവകഭേദത്തിന് വ്യാപനശേഷി കൂടുതലാണെങ്കിലും തീവ്രത കൂടുതലല്ല. രാഷ്ട്രീയവൽക്കരിക്കുന്നത് നിർഭാഗ്യമാണ്. കേരളം കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നതിന്റെ കാരണം ഇവിടെ പരിശോധന നടത്തുന്നതാണ്. കേരളത്തിൽ ആദ്യം ഉപവകഭേദം കണ്ടെത്തിയത് ആരോഗ്യവകുപ്പിന്റെ നേട്ടമാണ്. സംസ്ഥാനത്ത് 1906 ഐസൊലേഷൻ ബെഡുകൾ തയ്യാറാണെന്നും അനാവശ്യ ഭീതി പടർത്തരുതെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് 79 വയസ്സുകാരനിൽ കണ്ടെത്തിയ കോവിഡ് ഒമിക്രോൺ വകഭേദമായ JN.1 നിലവിലുള്ളവയിൽ വെച്ച് ഏറ്റവും അപകടകാരിയെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു. 2023 സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ഇതാദ്യം കണ്ടെത്തിയത്. ഡിസംബർ 12 വരെയുള്ള കണക്ക് പ്രകാരം അമേരിക്കയിലെ ആകെ കോവിഡ് ബാധിതയുടെ 21.4% ഈ വകഭേദമാണ്. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിക്കുകയാണ്. 2023 ഏപ്രിലിൽ വർധനയ്ക്ക് കാരണം XBB ഉപവകഭേദമായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ വർധനവ് JN.1 മൂലമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. XBയുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രതിരോധശേഷിയെ അതിജീവിക്കാനുള്ള ശേഷി JN.1 കൂടുതലാണ്. മാത്രമല്ല ഇതിന്റെ വ്യാപന തോതും വലുതാണ്. അതിനാൽ മറ്റ് രോഗങ്ങളുള്ളവരിൽ ഇത് അപകടകരമായേക്കാം എന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അന്താരാഷ്ട്ര യാത്രികർ മുഖേന പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാവണം JN.1 ഇന്ത്യയിലെത്തിയത് എന്നാണ് നിഗമനം. അമേരിക്കയിലും ചൈനയിലും നിലവിൽ അതിവേഗം പടർന്നു പിടിക്കുകയാണ് ഈ വകഭേദം. ഒമിക്രോൺ ഉപവകഭേദമായ BA.2.86 നിന്നാകണം JN.1 രൂപാന്തരം പ്രാപിച്ചത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. ഒക്ടോബർ മാസത്തിൽ അമേരിക്കയിലെ കോവിഡ് വ്യാപനത്തിൽ 0.1% മാത്രമായിരുന്നു JN.1. 2 മാസം കൊണ്ട് 21% എത്തിയിരിക്കുകയാണ്. എന്നാൽ മറ്റ് വകഭേദങ്ങളെ അപേക്ഷിച്ച് JN.1 പൊതു ആരോഗ്യ മേഖലയ്ക്ക് അധിക ഭീഷണി ഉയർത്തുന്നതായി തെളിവുകളില്ലെന്നാണ് അമേരിക്കൻ കോവിഡ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. രോഗതീവ്രതയിലും കാര്യമായ വർധനവില്ല. അതിജീവനശേഷി കൂടുതലായതിനാൽ JN.1 ഉയർത്തുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ നിലവിലുള്ള വാക്സിനുകളിൽ പരിഷ്കരണങ്ങൾ ആവശ്യമായി വരുമെന്ന് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അറിയിക്കുന്നു. JN.1 ഉപവകഭേദത്തിന്റെ ലക്ഷണങ്ങളും മറ്റ് വകഭേദങ്ങൾക്ക് സമാനമാണ്. ചില ലക്ഷണങ്ങളുടെ തീവ്രതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. പനി, വിറയൽ, ശ്വാസതടസ്സം, ശരീരവേദന, രുചിയും ഗന്ധവും തിരിച്ചറിയാനാകാത്ത അവസ്ഥ, മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, ചുമ, ക്ഷീണം, തലവേദന, തൊണ്ടവേദന എന്നിവയാണ് ലക്ഷണങ്ങൾ.